അൻസിബ ഹസനെതിരെ പോലീസ് ഡയറി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ സന്തോഷ് മോഹൻ രംഗത്ത്. ടിനി ടോമിനെ കരിവാരിത്തേക്കാൻ താരസംഘടന അമ്മയിൽ തന്നെ ഗൂഢാലോചന നടക്കുന്നു. സംഘടനയിലെ തർക്കത്തിൽ ജാതിക്കാർഡ് ഇറക്കിയത് ശരിയല്ല, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ സംവിധായകൻ പറയുന്നു. വിവരങ്ങളുമായി സൈഫുനിസ അലിയാർ ചേരുന്നുണ്ട്. സൈഫുനിസ, ലക്ഷ്യം അൻസിബയാണ്, തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുതെന്നാണല്ലോ പോസ്റ്റ്. എന്താണ് സംവിധായകൻ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ? ഈ പോലീസ് സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഈ ടിനി ടോം ഉന്നയിച്ചു എന്ന് പറയുന്ന ആരോപണം അൻസിബ പറയുന്നത്. അതായത് ഈ സിനിമയുടെ സെറ്റിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ആളെ മതം മാറ്റാൻ താൻ ശ്രമിച്ചു എന്ന് ടിനി ടോം പ്രചരിപ്പിക്കുന്നു എന്നായിരുന്നു അൻസിബയുടെ പ്രധാന ആരോപണം. ഇതായിരുന്നു ടിനി ടോമിനെതിരെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണവും ജിഹാദി ആരോപണം ഉന്നയിച്ചു എന്നുള്ളതായിരുന്നു അൻസിബ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പോലീസ് ഡയറിയുടെ സംവിധായകൻ തന്നെയാണ് ഈ വിഷയത്തിൽ വിവരം വ്യക്തമാക്കുന്നത്. അതായത് ഈ അൻസിബ പറഞ്ഞ വിഷയങ്ങൾ, അതായത് ആ വിഷയങ്ങൾ സെറ്റിൽ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തൊരു കാര്യം എങ്ങനെയാണ് ടിനി ടോം അറിയുന്നത്? അതുകൂടാതെ തന്നെ ഇത് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് പറയേണ്ടത് ഈ ശ്രീകുട്ടൻ എന്ന് പറയുന്ന ആളും ഈ ആളുടെ അച്ഛൻ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്. ഇദ്ദേഹവും പറയാതെ അറിയാൻ സാധ്യതയില്ല. അതുകൊണ്ട് തീക്കൊള്ളി കൊണ്ട് ചൊറിയരുത്, തല ചൊറിയരുത് എന്ന് അൻസിബയോട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജാതിക്കാർഡ് ഇറക്കരുത് എന്നും പറയുന്നുണ്ട്. അതായത് സംവിധായകനായ തന്നോട് ഒരു കാര്യവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരും വിളിച്ച് ചോദിച്ചിട്ടില്ല. ടിനി ടോം ഈ സിനിമയുടെ നോമ്പ് നടക്കുന്ന സമയത്ത് ഈ സെറ്റിൽ ഭക്ഷണം എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഏർപ്പാടാക്കിയിരുന്നു. പക്ഷേ ഈ നോമ്പും പെരുന്നാളും കഴിഞ്ഞ ശേഷമാണ് ടിനി ടോം സെറ്റിൽ വന്നത്. അപ്പോൾ ആരെങ്കിലും പറയാതെ ടിനി ടോം ഇത് പറയുകയാണെങ്കിൽ തന്നെ അപ്പോൾ അത് ആരാണ് പറഞ്ഞതെന്ന കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നാണ് ഈ സംവിധായകൻ ആവശ്യപ്പെടുന്നത്. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഈ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. അൻസിബ ഹസൻ സെറ്റിൽ വന്നാൽ തന്നെ മറ്റാരുമായി സഹകരണം ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം അൻസിബ അറിയുന്നത്? അത് പ്രൊഡക്ഷൻ ടീമോ അതല്ലെങ്കിൽ സെറ്റിലുള്ള മറ്റാരോ അറിയാത്ത കാര്യം എങ്ങനെ മറ്റുള്ളവരുമായി ഒരു ബന്ധവും ഇല്ലാതിരുന്ന അൻസിബ എങ്ങനെയാണ് അറിഞ്ഞത് എന്നും ചോദിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിൽ മാലാ പാർവതിയെയും വിമർശിക്കുന്നുണ്ട് ഈ സംവിധായകൻ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാലാ പാർവതി ഈ രാജീവ് കൊടപ്പനക്കുന്ന് എന്ന് പറയുന്ന ആളെ വിളിച്ചത് എന്തിനാണ്, ആരാണ് ഈ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തതെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഗൂഢാലോചനയുണ്ട്. ആ വിഷയം അന്വേഷിക്കണമെന്നാണ് ഈ സിനിമയുടെ സംവിധായകനായ സന്തോഷ് മോഹൻ പാലോട് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിലൂടെ ആവശ്യപ്പെടുന്നത്. നടൻ ടിനി ടോമിനെതിരെ അമ്മ സംഘടനയിൽ ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണ് പോലീസ് ഡയറി എന്ന സിനിമയുടെ സംവിധായകൻ ഇപ്പോൾ ആരോപിക്കുന്നത്.